മാത്രമാണോ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്? പ്രവാചകൻ പറഞ്ഞില്ലേ, 70,000-ഓളം വരുന്ന ചങ്ങലകളിലായിക്കൊണ്ടാണോ ആ നരകത്തെ നാളെ വലിച്ചു കൊണ്ടുവരുന്നത് എങ്കിലോ അതിൽ ഒരു ചങ്ങലയിൽ മാത്രം 70,000-ഓളം വരുന്ന മലക്കുണ്ടാകുമെങ്കിലോ അതിൽ ഒരു മലക്കിന്റെ വലിപ്പമെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ വലിപ്പമാ. ആകാശഭൂമികളുടെ വലിപ്പത്തിലുള്ള 70,000-ഓളം വരുന്ന മലക്കുകളുടെ ഒരു ചങ്ങലയിലോ അങ്ങനെ 70,000-ഓളം വരുന്ന ചങ്ങലകളിലായിക്കൊണ്ടോ ആ നരകത്തെ നാളെ വലിച്ചു കൊണ്ടുവരുമെന്ന ആ നരകത്തെ നാളെ വലിച്ചു കൊണ്ടുവരുമ്പോഴുള്ള ഭയാനകതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരുപാട് വിദൂരതയിൽ നിന്നോ ആ നരകത്തെ നിങ്ങൾ കണ്ടുപോയാ സമിഊലഹാ തഗയ്യുദൻ വസഫീറാ. ആ നരകത്തിന്റെ ഇരമ്പലും മട്ടഹാസവും അതിന്റെ നിറങ്ങളും നിലവിളികളും നിങ്ങൾക്ക് കേൾക്കാം. അത്രയും ഭയാനകരമാണ് ആ നരകമെങ്കിൽ എന്റെ പ്രിയമുള്ളവരോ അതിലൂടെ കത്തിക്കപ്പെടുന്നത് എന്താണെന്നറിയോ? മനുഷ്യന്റെ കൂടെ കല്ലിനെയാണ് കത്തിക്കുന്നതെങ്കിലോ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്തേ മനുഷ്യന്റെ കൂടെ ഇരുമ്പ് പറയാതെ ഉരുക്ക് പറയാതെ ഈയം പറയാതെ സ്വർണം പറയാതെ അല്ലാഹു പറയുന്ന കല്ലിനെയാണ് കത്തിക്കുക എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വെള്ളം തിളക്കണമെങ്കിലോ 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് മതിയെന്നുണ്ടെങ്കിലോ സ്വർണമോ ഇരുമ്പോ ഉരുക്കോ ഉരുകണമെങ്കിലോ 300 മുതൽ 3000 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് മതിയെങ്കിലോ ഈ ഭൂമിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഉരുകാ ചൂട് വേണ്ടത് കല്ലിനാ. 7000-ഓളം വരുന്ന ഡിഗ്രി സെൽഷ്യസ് ചൂട് നിന്ന് ആവശ്യമാണെങ്കിലോ ആ നരകത്തിൽ അതിന്റെ എത്രയോ ഇരട്ടിയാണ് കത്തിക്കപ്പെടുന്നത് എങ്കിലോ ആ മനുഷ്യൻ അവിടെ കത്തിക്കപ്പെടുമ്പോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദന അറിയുന്നതോ പഞ്ചേന്ദ്രിയങ്ങളിൽ ത്വക്ക് മുഖാന്തരമാണ്, മനുഷ്യന്റെ തൊലി മുഖാന്തരമാണെങ്കിലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലമാ നലിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ. അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത ഭാഗമായി കൊണ്ടിരിക്കുമ്പോ അല്ലാഹു അവരുടെ തൊലികളെ മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ മാത്രമല്ല നരകത്തിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷയുണ്ടല്ലോ. കാലിന്റെ താഴെ ഒരു തീക്കനൽ വെച്ചു കൊടുക്കുമ്പോ അതുകൊണ്ട് തലച്ചോറ് തിളച്ചു മറിയല. ആ നരകത്തിന്റെ നിസ്സാരമായ ശിക്ഷ എന്ന് രേഖപ്പെടുത്തുമ്പോ ആ നരകത്തിൽ കൊടുക്കുന്ന വസ്ത്രമുണ്ടല്ലോ താറൊരുക്കിയ വസ്ത്രമാണ് അവർക്ക് വേണ്ടി നൽകുന്നത് എങ്കിലോ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഭയാനകരമായ ശിക്ഷകളാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? ആ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സ്വതീയാരാമത്തിലോട് നമുക്കൊന്ന് ഒരുമിച്ചേരണ്ടോ? അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തനുസരിച്ചുകൊണ്ട് ലോകത്തിന്റെ മൊത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ അനുസരിച്ചുകൊണ്ട് അതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നല്ല രീതിയിൽ ആദർശ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.